ഹായ്. ഗുൽമാർഗ് കൊണ്ടോലയിലാണ് വന്നിരിക്കുന്നത്. നമ്മളിവിടെ എത്തുമ്പോൾ ഒരു ചെറിയ ഒരു കശപിശ ഉണ്ടായി. അതായത് അവിടെ നിന്ന് പോയില്ല, അങ്ങനെ അവിടെ നിന്ന് നോക്കിക്കൊണ്ട് കിടക്കുക. ചെറിയ മിനിറ്റ് നമ്മൾക്ക് ഇങ്ങോട്ട് ഒരു 10 മിനിറ്റ് സ്ട്രെയിറ്റ് നടന്നു വരുന്നതിന് പകരം അവർ നമ്മൾ വന്ന കാറിൽ നമ്മളെ വരാൻ സമ്മതിക്കാതെ മിസ്ഗൈഡ് ചെയ്ത് ഒരു 3 കിലോമീറ്റർ കൂടുതൽ 3 മണിക്കൂറോളം നടക്കേണ്ട രാസ്തയിലേക്ക് നമ്മളെ പറഞ്ഞു വിട്ടു. നമ്മുടെ കൂടെ വന്നിട്ട് അവർ പൈസ വേണമെന്നൊക്കെ പറഞ്ഞു. കുറച്ച് ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാക്കി. എന്തായാലും അങ്ങനെ അപ്പം നമുക്ക് മനസ്സിലായി, നമുക്ക് തക്ലീഫ്, നമുക്ക് ബുദ്ധിമുട്ട് തരികയാണെന്ന് മനസ്സിലായിട്ട് അവരോട് എന്തായാലും അവരെ ഒരു സർവീസും നമുക്ക് വേണ്ട, 1 രൂപ തരില്ല, നമ്മൾ ഫോളോ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് അവൻ പോവാതെ നിൽക്കുമായിരുന്നു. അവൻ്റെ ഡ്യൂട്ടിയാണ് എന്നല്ലോ പറഞ്ഞിട്ട്. അപ്പോൾ ഒരു സംശയം തോന്നിയിട്ടാണ് ഒരു ലോക്കൽ ഒരു ഒഫീഷ്യലാണ്. അദ്ദേഹം കാറ് നിർത്തി ഞങ്ങളോട് ഇങ്ങനെ ചോദിച്ചു എന്താണ് എന്ന് ചോദിച്ചു. കാര്യം പറഞ്ഞപ്പോൾ അവരോട് മറ്റുമല്ല വഴക്ക് പറഞ്ഞിട്ട് ഞങ്ങളെ വണ്ടിയിൽ കൊണ്ടുവിടെ വിടുവാണ് ചെയ്തത്. അപ്പോൾ അതാ പറഞ്ഞ എല്ലായിടത്തും നല്ലവരുമുണ്ട് ചീത്തവരുമുണ്ട് എന്നുള്ള. ഞങ്ങളിപ്പം ഇവിടെ എത്തി. ഇനിയിപ്പോൾ കേബിൾ കാറിലേക്ക് അതുകൊണ്ട് കുറച്ചൊരു ഒരു മൂഡ് കുറച്ചൊന്ന് ഖറാബായി പോയി. നമ്മൾക്ക് കുറച്ചൊരു അങ്ങനെയാണല്ലോ, നമ്മളൊരു നല്ല മൂഡിൽ നിൽക്കുമ്പോൾ നമുക്ക് കുറച്ച് മൂഡ് ഓഫ് ആക്കുന്ന ഒരു സംഭവം വന്നാൽ പിന്നെ എന്താ ഭംഗി ഇവിടെ എന്നറിയാം. ഇവിടെ നിന്ന് വന്നിട്ട് ഇങ്ങനെയൊന്നും തർക്കിക്കാനൊന്നും പാടില്ല, പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ പാടില്ല എന്നതൊക്കെയാണ് അവരുടെ ജീവിത മാർഗമാണെങ്കിൽ. വിഷമിപ്പിക്കാൻ പാടില്ലല്ലോ, അത് എത്ര പറഞ്ഞിട്ടും അവർ കേട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. വാവ്, പൂക്കളുടെ താഴ്വര, കശ്മീർ വാലി, ഗോണ്ടോല, ഗുൽമാർഗ്. ഇത് ഇവിടുത്തെ ഹോസ്പിറ്റൽസ് ആണ്. അതിനകത്ത് ജമ്മു ആൻഡ് കശ്മീർ ഡയറക്ടറേറ്റ് ഓഫ് ടൂറിസം കശ്മീർ. എന്തായാലും കേബിൾ കാർ കയറാനൊക്കെ ആയിട്ട് ശ്രമിക്കട്ടെ. कोई पैसा नहीं दे देगा इसको. आप बैठो, ये तो गवर्नमेंट. ഗുൽമാർഗിലെ ഇടവഴികൾ എന്ന് പറയുന്ന പോലെയാണ് പൂവിനും പൂക്കൾക്കും വേണ്ടിയിട്ട്. ഇതേക്കോ, ഇതിനെയാണ്, ഈ പൂവാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഞാൻ ലാവൻഡർ പുഷ്പങ്ങൾ വിരിഞ്ഞു നിൽക്കുന്നു എന്ന് പറഞ്ഞു. ലാവൻഡർ അല്ല, ലാവൻഡർ നിറത്തിലെന്നേ ഉള്ളൂ, ലാവൻഡർ അല്ല. അതാണ് അതാ കണ്ടില്ലേ, ഈ താഴ്വരയൊക്കെ കണ്ടാൽ അതിന്റെ സംഭവം. നമുക്കൊന്നും മിണ്ടണ്ട, ഇതൊക്കെ നോക്കാം. ഇത് ഗുൽമാർഗ്. ഇവിടെ വന്നിട്ട് പൂക്കളുടെ സ്ഥലം, പൂക്കളുടെ താഴ്വര, അല്ലെങ്കിലും താഴ്വരയാണ് കശ്മീർ എന്ന് പറയുമ്പോൾ, മനോഹാരിതയുടെ താഴ്വര. ഇവിടെ ശരിക്കും കാണാം നമുക്ക് കുതിരയെന്നാണ് അവർ പറയുന്നത്. ആക്ച്വലി കുതിരയൊന്നും അല്ല, പോണി, പിന്നെ കുതിരയുടെ ഹോഴ്സ് മിക്സ്, അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ചെറുത്, അങ്ങനെയൊക്കെ. അപ്പൊ ഇവിടെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് അവര് നമ്മളെ ഇറങ്ങുമ്പോ തന്നെ 200 രൂപയ്ക്ക് വരും എന്നെല്ലാം പറഞ്ഞിട്ടൊക്കെ കൂടും. അവരുടെ ജീവിതോപാധിയാണ്. പിന്നെ നമ്മുടെ വണ്ടി അങ്ങോളം പോകാൻ സമ്മതിക്കില്ല. കാര്യം എന്താ വെച്ചാല് അവരുടെ വണ്ടിയൊക്കെ വിളിക്കുമല്ലോ. ചെറിയ തണുപ്പുണ്ട്, ചൂടുണ്ട്, വെയിലുണ്ട്, പക്ഷെ ചെറിയ തണുപ്പുണ്ട്. പക്ഷെ ആ തണുപ്പില് സംസാരിക്കുക ഒക്കെ പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും നമുക്ക് മാനേജ് ചെയ്യാം. ആ ബിൽഡിംഗ് ഒക്കെ ഒന്ന് കാണിക്കാനല്ല.
കാശ്മീർ ഭയങ്കര ഭംഗിയാ. ഭയങ്കര ഭംഗി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭംഗിയാ, പറയാന് വേടില്ല. कश्मीरी कुलचा खाओ दीदी, सास किस्म का ड्राई फ्रूट दूध और आसपास അത് വേണോ ഇത് വേണോ എന്നൊക്കെ ചോദിക്കാണ്. ടൂറിസ്റ്റ് സെന്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ അവിടെ ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ. പൂക്കളാണ്, പൂക്കൾ. ഇതൊന്നും ആരും നട്ടതൊന്നുമല്ല. അങ്ങോട്ടേക്കാണ് കേബിൾ കാറിന് ഞങ്ങൾക്ക് പോകേണ്ടത്. ഗുൽമാർഗില് കേബിൾ കാറിനാണ് പോകുന്നത്. അങ്ങ് അറ്റത്ത് ലാവൻഡർ കാണുന്നുണ്ട്, ഇഷ്ടംമാതിരി ലാവൻഡർ. ശരിക്കും ഇവിടെ ലാവൻഡേഴ്സ്. ഇന്നലെ ഒരു ലാവൻഡർ തോട്ടത്തിൽ പോയിരുന്നു. അതൊരു തോട്ടം, അതൊരു ഗാർഡൻ തന്നെയാണ്. ഇവിടെ ലാവൻഡർ ഇതുപോലെ ആയി നിൽക്കാണ്. നമുക്ക് ഈ സീനൊക്കെ ഒന്ന് കാണാം. അവിടെ ഒരു കുറച്ച് ദൂരം പോകുമ്പോഴാണ് നമുക്ക് കേബിൾ കാറിന്റെ അടുത്തേക്ക് എത്താൻ പറ്റും. കേബിൾ കാറൊക്കെ നമുക്ക് ഓൺലൈൻ അവിടെ നിന്ന് ബുക്ക് ചെയ്തിട്ട് വരാം. പിന്നെ കേബിൾ കാറിന് ഓൺലൈൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. കുതിര വേണമെന്നാണ് ഇവർ ചോദിച്ചത്. പിന്നെ അവരുടെ എടുക്കാന്നൊക്കെ തന്നെ വിചാരിച്ചു. പക്ഷെങ്കിലേ അവരുടെ ആ ഒരു രീതി നോക്കുമ്പം അത്രയ്ക്ക് അങ്ങോട്ട് നമ്മളോട് പിടിച്ചു പറിക്കാൻ നിൽക്കണ പോലെ വില ചോദിക്കാൻ പോലും തോന്നില്ല. അതുകൊണ്ട് റേറ്റ് പോലും ചോദിച്ചില്ല. ഞങ്ങൾ നടക്കാമെന്ന് തോന്നി. അതായത് ഒരു ഗ്രൂപ്പ് അറ്റാക്ക് പോലെ അത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ ഭയങ്കര ഭംഗി. ഏത് കാണും എന്നാണ്. ഒരു ചിത്രകാരനും ഈ ഭംഗി വരച്ചെത്തിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. മനസ്സിൻ്റെ ക്യാൻവാസിൽ പതിപ്പിക്കാമെന്നതിലുപരി ഇതൊന്നും പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ നമ്മൾ പഠിച്ച വാക്കുകളോ അല്ലെങ്കിൽ കിട്ടുന്ന നിറക്കൂട്ടുകളോ എഴുതാൻ പറ്റുന്ന കാവ്യാത്മകതയോ ഒന്നും ഉണ്ടാവുമെന്ന് തോന്നല്ല. അത്രയ്ക്ക് ഭംഗിയാണ്, പറയാൻ വയ്യ. മനസ്സ് നിറയാന്നറിയില്ല. ഇത്രയും ശരിക്കും നമ്മൾ പറയും സ്വർഗമെന്ന്. ഭൂമിയിലെ സ്വർഗമാണ് കശ്മീർ എന്നുള്ളത്. പൂക്കളും നിറയെ തെളിനീരും ശുദ്ധവായുവും എല്ലാം. आप लोग केबल कार को गया क्या? नहीं जाना है, अभी 9 बजे से स्लॉट है ना, 11 बजे। और इसलिए वेटिंग है. थोड़ा सा मतलब एज है ना तो रेस्ट. കേബിൾ കാറിന് പോകാൻ ഒരു റെസ്റ്റ് എടുക്കുകയാണ്. കുറച്ച് ഒരു ഏജ്ഡ് ആണല്ലേ, കുറച്ച് നിന്ന് പോകാനാണ്. ഏയ് ബാബാ, ഓ ഭായ് സുനോ നാ. കുറച്ച് ഇവിടെ കൂടെയുള്ളവരുടെ ഒരാൾ വിട്ടുമാറാൻ നിൽക്കുകയാണ്. നമ്മൾ വേണ്ട പറഞ്ഞിട്ട് പോകാതെ അവനെ ഒന്ന് ഒഴിവാക്കണം. एक बार सुनो भाई, हमको आपका सर्विस नहीं चाहिए बोला था, इसलिए आप हमारा पीछे मत आओ. हमारा नंबर रहता है क्या?
हमारा नंबर रहता है, अगर आप ड्रॉपिंग के लिए लेगा ना 500 रुपया खर्चा है, ज्यादा नहीं। हमको आपका सर्विस नहीं चाहिए, बोले 1 रुपए भी नहीं देगा, समझा। जो वहाँ पे रहते हैं ना उनका रेट रहता है बहुत। पीछे आके बात में पैसा चाहिए मत बोलना, हमको तुम्हारा सर्विस नहीं चाहिए, याद रखो। ऐसे नड़तंद Hallo. मैंने शीली खरीदा Hier man las. 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 Acaba मुफ्त खरीदाला ये मैं खरीदा नहीं तुम्हें चीज लेके जाएगा जब, ये आपको फ्री लेके जाएगा जब। कोई पैसा नहीं दे देगा इसको आप बैठो, ये तो गवर्नमेंट भाई